കേരള പോലീസ് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടീമാണ്. അത് നമുക്കൊരു സംശയമില്ല. പക്ഷേ മാമിയുടെ കേസിൽ പോലീസിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. മാമി തിരോധാന കേസിൽ എന്താണ് സംഭവിച്ചത്? PV അൻവർ MLA ആരോപിച്ചതുപോലെ കേസ് അട്ടിമറിക്കാൻ ADGP MR അജിത് കുമാറിന്റെ ഇടപെടലുണ്ടായോ? ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണങ്ങൾ പല സംശയങ്ങളും ഉയർത്തുന്നതാണ്. 2023 ഓഗസ്റ്റ് 21 വൈകിട്ട് 6:30യോടെയാണ് കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ അരയിടത്ത് ഭാഗത്ത് വെച്ച് കാണാതായത്. മാമി അവസാനമെത്തിയ മൊബൈൽ ടവർ ലൊക്കേഷൻ പോലീസിന് ലഭിച്ചു. കേസുമായി ബന്ധപ്പെട്ട ചിലരെ സംശയിക്കുന്നതായി ബന്ധുക്കൾ പോലീസിന് വിവരം നൽകുകയും ചെയ്തു. പക്ഷേ ആ വഴിക്കൊന്നും അന്വേഷണം പോയില്ല. ഈ തലക്കുളത്തൂർ ഈ ഒരു വീട് ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് മാമി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അറിയിപ്പ് അല്ലെങ്കിൽ ഒരു ടവർ ഡംപ് നോക്കിയിട്ടാവാം അങ്ങനെ ഒരു ഇൻഫർമേഷൻ നമുക്ക് നേരത്തെ തന്നിരുന്നു. 11 മാസം കഴിഞ്ഞിട്ടും അതിൻ്റെ അപ്ഡേറ്റ്സ് എന്താണ്, അതിൽ ആരൊക്കെയായിരുന്നു വന്നു പോയത്, എന്താണ് മാമിക്ക് സംഭവിച്ചത്, കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ വിളിക്കുകയും കൃത്യമായ അന്വേഷണം നടത്താനും പോലീസിന് കഴിയുമായിരുന്നു. അത് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്ന സമയത്തൊക്കെ ഞങ്ങൾ വ്യക്തമായിട്ട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളൊരു 1 വീക്ക് വെയിറ്റ് ചെയ്യേ, ഒരു 10 ദിവസം വെയിറ്റ് ചെയ്ത് അടുത്ത 20-ാം തീയതി 25-ാം തീയതി ഓരോ ഡേറ്റ് പറഞ്ഞിട്ട് നമ്മളെങ്ങനെ കൊണ്ടുപോവുക ചെയ്തത്. കേസ് ആദ്യം അന്വേഷിച്ച നടക്കാവ് പോലീസിലെ ഉദ്യോഗസ്ഥരുടെ ഇടപെടലിൽ തന്നെ കുടുംബത്തിന് അതൃപ്തിയുണ്ടായിരുന്നു. പിന്നീട് കേസ് സിറ്റി പോലീസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ വന്നെങ്കിലും കാര്യമായ പുരോഗതിയുണ്ടായില്ല. കുടുംബത്തിന്റെ ആവശ്യപ്രകാരം കേസ് ക്രൈംബ്രാഞ്ചിന് വിടുമെന്ന ഘട്ടമെത്തിയപ്പോഴാണ് ADGP MR അജിത് കുമാറിന്റെ ഇടപെടലുണ്ടായത്. കോഴിക്കോട് നഗരത്തിൽ നടന്ന കേസ് പിന്നെ മലപ്പുറം SP-ക്ക് കൈമാറിക്കൊണ്ട് തീരുമാനമുണ്ടായി. ഇതോടെ കേസ് അട്ടിമറി നീക്കം വേഗത്തിലായെന്ന് ബന്ധുക്കൾ സംശയിക്കുന്നു. നഗരമധ്യത്തുനിന്ന് ഒരു വ്യക്തിയെ ഒരു സന്ധ്യാസമയത്ത് കാണാതായിട്ട് അടുത്ത 24 മണിക്കൂർ തലക്കുളത്തൂർ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ ഒരു വ്യക്തിനെ അടുത്ത ദിവസം തന്നെ പിടിക്കാൻ പറ്റുന്നതാ? മനസ്സിലാക്കും. നമ്മളെ സാധാ ബുദ്ധിയിൽ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത് ശരിക്കും. അപ്പോൾ ഇതൊരു വർഷമായിട്ടൊന്നും കിട്ടിയില്ല എന്നറിഞ്ഞത് അതിലെന്തോ കാര്യമായിട്ടുള്ള ഇടപെടലുകൾ നടന്നിട്ട് തന്നെയാണെന്നാണ് കുടുംബം വിശ്വസിക്കുന്നത്. SIT-യുടെ പല ഇടപെടലുകളും സംശയകരമായിരുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. മലപ്പുറം SP-ക്ക് കീഴിൽ രൂപീകരിച്ച 9-അംഗ SIT-യിൽ 7 പേരും നേരത്തെ ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു. അന്വേഷണ സംഘത്തിന് മുമ്പിൽ മാമിയുടെ ബന്ധുക്കൾ നൽകിയ പല മൊഴികളും പിന്നീട് പരസ്യമായി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും കൃത്യമായ അന്വേഷണം നടന്നില്ല. ഇതെല്ലാം കേസ് അട്ടിമറിക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് മാമിയുടെ കുടുംബം ഇപ്പോൾ സംശയിക്കുന്നു. പോലീസായിട്ട് നമ്മളോട് പറയേണ്ട കാര്യങ്ങളാണ്. അപ്പം അതൊന്നും നമുക്ക് പോലീസ് ത്രൂ നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ പോലീസിനെ ചോദിക്കുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കും. അപ്പം പോലീസിൻ്റെ സൈഡിൽ നിന്ന് അത് പുറത്ത് പോകുന്നതുകൊണ്ടാണല്ലോ പോലീസ് നമ്മളോട് പറഞ്ഞത് അത് ലീക്കാക്കാൻ പറ്റില്ല, പുറത്ത് പറയാൻ പറ്റില്ല എന്ന് പറയും. പക്ഷേ ഇത് പുറത്ത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പം അവരോട് ചോദിക്കുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ SIT ആ സെയിം ആൾക്കാരാണ് ഈ ADGP സാറിൻ്റെ അണ്ടറിൽ പിന്നെയും അവരെ തന്നെയാണ് നിയമീകരിച്ചത്. അതുകൊണ്ടാണ് നമുക്ക് ഈ SIT വേണ്ട, നമുക്ക് കേസ് എന്തായാലും ക്രൈംബ്രാഞ്ചിലേക്ക് പോകണമെന്ന് പറയുന്നത്. PV അൻവർ MLA-യുടെ ആരോപണത്തിന് പിന്നാലെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം കേസ് അന്വേഷണം ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുത്തിരിക്കുകയാണ്. പോലീസിലെ ഉന്നതർ ആരോപണ വിധേയമായ ഈ കേസിൽ ഇനിയെങ്കിലും സത്യം പുലരുമെന്നാണ് മാമിയുടെ കുടുംബം പ്രതീക്ഷിക്കുന്നത്. ജസ്റ്റിൻ മാത്യുവിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.